ഇന്നത്തെ റെസിപ്പി ഒരു കടും പായസമാണ് കേട്ടോ, അല്ലെങ്കിൽ നെയ്യ് പായസം എന്നൊക്കെ പറയുമല്ലോ, നമുക്ക് അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന കടും പായസം. ഇതിന് അധികം ചേരുവകളൊന്നും വേണ്ട. ഇതിനെടുക്കുന്നത് ഉണക്കലരിയാണ്. അപ്പോൾ ഉണക്കലരി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കാരണം ഈ അരി നന്നായി വേവണം. കാരണം അരി വെന്തതിന് ശേഷം അത് ശർക്കരപ്പാനിയിൽ കിടക്കുമ്പോൾ ഒന്നും കൂടെ അത് കലക്കും. അതുകൊണ്ട് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഒരു 6 or 7 വിസിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അത് വേവിച്ചതിന് ശേഷം നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. കാരണം അത് വീണ്ടും നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ ഒന്ന് കട്ടിയാകും. അപ്പോൾ അതുകൊണ്ട് നന്നായി ഉടച്ചെടുക്കണം. ഇനി വേണ്ടത് അല്പം നെയ്യ് വേണം. അപ്പോൾ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ നെയ്യ് ഒഴിച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണം. ഇതിന് എപ്പോഴും കൊട്ടത്തേങ്ങയാണ് നല്ലത്. കൊട്ടത്തേങ്ങ ഉണ്ടെങ്കിൽ അതെടുക്കാം. ചെറിയ തേങ്ങാക്കൊത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് നെയ്യിൽ വറുത്ത് കോരി മാറ്റുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം ഞാനിവിടെ ശർക്കരപ്പാനി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതായത് ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. എടുത്തിരിക്കുന്നത് കൊട്ടത്തേങ്ങയല്ല, അതുകൊണ്ട് തന്നെ അതൊന്ന് ബ്രൗൺ നിറമായി വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. തേങ്ങാക്കൊത്തൊക്കെ വറുത്ത് കോരി അതിനുശേഷം അതിലേക്ക് ശർക്കരപ്പാനി ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം. ഈ ശർക്കരപ്പാനിയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉണക്കലരി ഉണ്ടല്ലോ, അതും ചേർത്ത് യോജിപ്പിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ ഉണക്കലരി ചോറും ഈ ശർക്കരപ്പാനിയും നന്നായി യോജിച്ച് കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അത് നന്നായി യോജിച്ച് വന്നാൽ പിന്നെ അതിലേക്ക് അല്പം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫാക്കുക. നമ്മുടെ കൂട്ട് പായസം അല്ലെങ്കിൽ നെയ്യ് പായസം അല്ലെങ്കിൽ കടും പായസം റെഡിയായി.